ചിലരുണ്ട് ഒത്തിരി ആത്മാർത്ഥതയുള്ളത്, അതും ചില സമയത്ത് അപകടം സൃഷ്ടിക്കും. പണ്ട് ഒരു 3-ാം ക്ലാസ്സുകാരൻ അവന് മൂത്രമൊഴിക്കാൻ മുട്ടിയ ടീച്ചറോട് ചോദിച്ചു, മേ ഐ ഗോ ടു ടോയ്ലറ്റ്. ടീച്ചർ വിട്ടില്ല. ഈ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ കുട്ടി ചോറ് കൊണ്ടുവന്ന കവറെടുത്തു. പ്ലാസ്റ്റിക് കവറായിരുന്നു. അതൊന്ന് ചോറ് പാത്രം മാറ്റി വെച്ചു. എന്നിട്ട് ബാക്ക് ബെഞ്ചിലിരുന്നിട്ട് മറ്റു കുട്ടികളുടെ നടുക്കുന്ന് അവൻ ആ കവറിലേക്ക് മൂത്രമൊഴിച്ചു. പ്ലാസ്റ്റിക് കവറിലേക്ക് ഇങ്ങനെ യൂറിൻ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ക്ലാസ്സൊക്കെ അത് ശ്രദ്ധിച്ചു. ആ കുട്ടി വല്ലാതെ നാണം കെട്ടു. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് മിടുക്കനായിട്ട് ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആ ടീച്ചർക്ക് ആ കുട്ടീനെ ഒന്ന് ടോയ്ലറ്റിലേക്ക് വിട്ടാൽ മതിയായിരുന്നു. ഇയർ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകണം, ലെസൺ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകണം, കരിക്കുലം തെറ്റരുത്. ഇതൊക്കെ ഈ കൊച്ചു കുട്ടികളോട് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. മഴക്കാലമൊക്കെയാണ്, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അവരെ മൂത്രമൊഴിക്കാൻ വിടണം കേട്ടോ, അവരെ പിടിച്ചിരുത്തരുത്. ഇനി അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ആ കുട്ടി ക്ലാസ്സിൽ നിന്നൊക്കെ മൂത്രമൊഴിച്ച് അപമാനിതനാവുമ്പോൾ ആ കുട്ടിയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ശാപം സഹിക്കാനാവില്ലേ. അതുകൊണ്ട് മക്കൾ ടോയ്ലറ്റിൽ പോകാൻ ചോദിച്ചാൽ അങ്ങ് വിട്ടേരെ. ബി ഹാപ്പി.